ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രത്യേക ഒരു വിഷയത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും നടന്നിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ പലർക്കും നടന്നിട്ടുണ്ടാവും. എന്നാൽ എല്ലാവരും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. എന്നാൽ ഞാൻ ഈ പറയുന്ന പോലെ ഉള്ള ആൾക്കാരും ഉണ്ട്. കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ അങ്ങനെ നമുക്ക് അടുത്തറിയാവുന്ന ആളുകളെ കാണുമ്പോൾ നമ്മൾ എന്തായിരിക്കും ചോദിക്കുക? എങ്ങനെയുണ്ട്, സുഖമായിരിക്കുന്നോ അല്ലേ? അങ്ങനെയല്ലേ ചോദിക്കുന്നേ? അപ്പോൾ അവരുടെ മറുപടി എങ്ങനെയായിരിക്കും? അവർ പലപ്പോഴും മറുപടി പറയുന്നത് കുഴപ്പമില്ല, അങ്ങനെ ജീവിച്ചു പോകുന്നു, അങ്ങനെയായിരിക്കും പലപ്പോഴും മറുപടി പറയുക. ഈ ഒരു മറുപടി നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് സുഖമാണോ എന്ന ചോദ്യത്തിന് ഇങ്ങനെ ഒരു മറുപടി പറയുന്നത്? ഞാനിവിടെ ഉണ്ട്, കുഴപ്പമില്ല, ജീവിച്ചിരിപ്പുണ്ട്, അങ്ങനെ പറയാറുണ്ട് അല്ലേ? അതിലൊരു തരം ഒരു നെഗറ്റീവ് എനർജി ഇല്ലേ? അവർ ജീവിക്കുന്നില്ല, വെറുതെ നിലനിൽക്കുകയാണ്. അതായത് നമ്മുടെ ജീവിതം ഒരു തോണി യാത്ര പോലെയാണ്. നമ്മൾ തുഴഞ്ഞാൽ മാത്രമേ തോണി മുന്നോട്ട് പോകത്തുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ വെള്ളത്തിൽ ഒഴുകി നടക്കും. നിലനിൽപ്പ് എന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ ജീവിതം ഒഴുകി നടക്കുന്നു, പക്ഷേ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കോ സന്തോഷത്തിലേക്കോ നിങ്ങൾ എത്തുന്നില്ല. പക്ഷേ ജീവിക്കുക എന്നത് അത് നിങ്ങളുടെ തോണിയിൽ തുഴഞ്ഞ് അല്ലെങ്കിൽ കാറ്റിൻ്റെ ഗന്ധമൊക്കെ ആസ്വദിച്ച് തിരമാലകളൊക്കെ മറികടന്ന് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ചെയ്യുന്നതാണ് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ വരുന്നത്, നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ നിങ്ങൾക്ക് അനുവാദം കൊടുക്കണം. നമ്മുടെ തലച്ചോറിൽ ആൻറ്റീരിയർ മിഡ് സിംഗുലേറ്റ് കോർട്ടെക്സ് എന്ന പേരുള്ളൊരു ഭാഗമുണ്ട്. ഓരോ മനുഷ്യൻ്റെയും ജീവിക്കാനുള്ള ഇച്ഛാശക്തിക്ക് ഉത്തരവാദിത്തമുള്ള ഭാഗമാണിത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, പക്ഷേ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഈ ഒരു ഭാഗത്തെ വളർത്തുന്നു. ഞാനൊരു ഉദാഹരണം പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ തോന്നുന്നില്ല, പക്ഷേ നിങ്ങൾ പോയി വർക്കൗട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുസ്തകം വായിക്കാൻ ഭയങ്കര മടി തോന്നുന്നു, പക്ഷേ നിങ്ങളത് എടുത്ത് വായിക്കുന്നു. ഇത് ചെയ്യുമ്പോൾ ഈ ആൻറ്റീരിയർ മിഡ് സിംഗുലേറ്റ് കോർട്ടെക്സ് വലുതാകുന്നു. നിങ്ങളുടെ ജീവിതത്തോടുള്ളൊരു ഇച്ഛ വർദ്ധിക്കുന്നു. അതായത് നമുക്ക് ജീവിക്കാനുള്ളൊരു താല്പര്യം വർദ്ധിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കി പറയാം. പക്ഷേ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരുപാട് ആളുകൾ അമിതമായിട്ട് സുഖം അനുഭവിക്കുന്നതിൽ മുഴുകുന്നു. എന്താണ്? ജങ്ക് ഫുഡ്, സോഷ്യൽ മീഡിയ, സിഗരറ്റ്, ലഹരി വസ്തുക്കൾ, അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, മറ്റെന്തായിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ പറയുവാണെങ്കിൽ ചായ, കാപ്പി, അതുവരെ നമ്മുടെ ഒരു അഡിക്ഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതെല്ലാം അവർക്കൊരു ക്ഷണികമായ സന്തോഷം നൽകുന്നു. പക്ഷേ ഈ അമിതമായ സുഖം നിങ്ങളുടെ തലച്ചോറിൻ്റെ ഈ ഒരു ഭാഗത്തെ ചുരുക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു താല്പര്യം കുറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഒന്നിനോടും താല്പര്യം തോന്നാതെ വരുന്നു. ജിമ്മിൽ പോകാൻ മടി, കൂട്ടുകാരെ കാണാൻ മടി, പുറത്തു പോയി ഒന്ന് നടക്കാൻ പോലും ഭയങ്കര മടി തോന്നുന്നു. ശരിയല്ലേ? ഇതൊന്നും ഉപയോഗിക്കേണ്ടെന്നല്ല പറഞ്ഞു വരുന്നത്. ഇതിൻ്റെയൊക്കെ അമിതമായ ഉപയോഗത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് നിലനിൽപ്പും ജീവിതവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഈ ജീവിക്കുന്നതും നിലനിൽക്കുന്നതും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ഞാനിവിടെ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ അമിതമായി സുഖങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് നല്ല അനുഭവമായി തോന്നാറില്ല. ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്കത് മടുക്കാൻ തുടങ്ങും. ഉദാഹരണത്തിന്, നിങ്ങൾ കിടക്കയിൽ കിടന്നുകൊണ്ട് റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. മണിക്കൂറുകൾ പറന്നുപോയി. ഒടുവിൽ നിങ്ങളുടെ ശരീരം അസ്വസ്ഥമാകാൻ തുടങ്ങും. നിങ്ങൾക്ക് എഴുന്നേറ്റ് എന്തെങ്കിലും ചെയ്യണമെന്നിങ്ങനെ തോന്നും. ഈ സ്ക്രോൾ ചെയ്യുന്നത് മടുക്കും, പക്ഷേ എഴുന്നേൽക്കാനും മറ്റെന്തെങ്കിലും ചെയ്യാനുള്ളൊരു താല്പര്യം നിങ്ങൾക്കുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യും? ഈ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും അവിടെ തന്നെ കിടന്നുകൊണ്ട്.
ഈ ഒരു ഭാഗം നമ്മുടെ തലച്ചോറിൻ്റെ ആ ഒരു ഭാഗത്തെ ചുരുക്കാനും, ആ ഒരു ഭാഗം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ, ആൻറ്റീരിയർ മിഡ് സിംഗുലേറ്റ് കോർട്ടെക്സ്. അപ്പം ആ ഒരു ഭാഗത്തെ ചുരുക്കാനും പുറത്തു പോകാനുള്ള നമ്മുടെ ഒരു പ്രചോദനം, അതായത് മോട്ടിവേഷൻ കുറയ്ക്കാനും കാരണമാകുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ജിമ്മിൽ പോകാനും കൂട്ടുകാരുമായിട്ടുള്ള സമയം ചെലവഴിക്കാനും പുറത്ത് നടക്കാനും പോകാനും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനുമുള്ള നമ്മുടെ ഒരു ആഗ്രഹം ഇല്ലാതാക്കുന്നത്. നിങ്ങളുടെ തലച്ചോറിൽ ഒരു രാസവസ്തുണ്ട്, ഡോപ്പമിൻ. അതെല്ലാവർക്കും അറിയാമല്ലോ. ഇത് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോലാണ്, അതും അറിയാം. നിങ്ങളുടെ ശരീരം ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഒരു ലക്ഷ്യത്തിനായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട് വൃത്തിയാക്കി ഒരു പുതിയ റെസിപ്പി പരീക്ഷിച്ചു, അല്ലെങ്കിൽ ഒരു 5 കിലോമീറ്റർ ഓട്ടം പൂർത്തിയാക്കി. ഇതെല്ലാം നിങ്ങളുടെ തലച്ചോറിന് ഡോപ്പമിൻ നൽകുന്നു. പക്ഷേ ഇന്നത്തെ ഈ ലോകത്ത് ഡോപ്പമിൻ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നു. അതെങ്ങനെയാണ്? നിങ്ങൾ ആ വീഡിയോ സ്ക്രോൾ ചെയ്യുമ്പോൾ, അതായത് ആ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ, ഒരു ചോക്ലേറ്റ് ബാർ കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോഫി കുടിക്കുമ്പോൾ, ഇതെല്ലാം നിങ്ങളുടെ തലച്ചോറിനൊരു ക്ഷണികമായ ഡോപ്പമിൻ ഹിറ്റ് നൽകുന്നു. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. അതെന്താന്ന് പറയട്ടെ. ഈ ഡോപ്പമിൻ ഒരു സ്കെയില് പോലെയാണ്. ഒരു വശത്ത് സുഖം, മറുവശത്ത് വേദന. നിങ്ങൾ ഈ അമിതമായിട്ട് സുഖം അനുഭവിക്കുമ്പോൾ സ്കെയില് അൺബാലൻസ് ആകുന്നു. അപ്പോൾ നിങ്ങളുടെ ശരീരം ഒരു ബാലൻസ് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഒരു എക്സ്റ്റേണൽ പ്ലഷറിനെ ആശ്രയിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് അതിനടിമയാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം കോഫി കുടിക്കാതിരുന്നാൽ തലവേദന വരുന്നു, മൂഡ് ഓഫ് ആകുന്നു. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ ശരീരം ആ ഒരു ഡോപ്പമിനെ ആശ്രയിക്കാൻ തുടങ്ങി. അതുകൊണ്ട് മദ്യപാനം കൊണ്ടോ മയക്കുമരുന്ന് കൊണ്ടോ കഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ കാണുമ്പോൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് ചിന്തിച്ചേക്കാം, എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ശരിയല്ലേ? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ജീവിക്കാൻ തിരഞ്ഞെടുക്കുന്നതെന്ന്. നിർഭാഗ്യവശാൽ നമ്മൾ കുടുങ്ങിപ്പോയ ഒരു ചക്രമാണത്. നമ്മൾ സുഖങ്ങളിൽ അമിതമായി മുഴുകുന്നത് കൊണ്ട് കൂടുതൽ സുഖം തേടുന്നു. നമ്മുടെ ശരീരം ആ ഒരു ബാലൻസിലേക്ക് എത്താൻ, തിരികെ വരാൻ വേണ്ടി നമ്മൾ കൂടുതൽ ആ പദാർത്ഥങ്ങളെ ആശ്രയിക്കുന്നു. നമുക്കെങ്ങനെ നമ്മളെ പോലെ തിരികെ എത്താൻ കഴിയും? നമുക്കതിനു വേണ്ടി മറ്റൊരു ഡോസ് വേണം. സോഷ്യൽ മീഡിയയിലൂടെയോ TV കാണുന്നതിലൂടെയോ അമിതമായിട്ട് തെറ്റായ ഭക്ഷണം കഴിക്കുന്നതിലൂടെയോ, അല്ലെങ്കിൽ അങ്ങനെ എന്തായാലും നമ്മൾ ഇപ്പോൾ അടിമത്തത്തിൻ്റെ ഒരു ഉയർന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഈ ചക്രത്തിൽ കുടുങ്ങുന്നത് നമ്മുടെ ജീവിക്കാനുള്ള ആ ഒരു താല്പര്യത്തെ കുറയ്ക്കുകയാണ്. ഈ ഒരു വിഷയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് തന്നെ ഇതുകൊണ്ടാണ്. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുന്നത് തന്നെ ഇതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവർ നിങ്ങളോട് അവരുടെ കഷ്ടപ്പാടുകളും ജീവിതത്തിലെ തളർച്ചയും അവർ കടന്നു പോകുന്ന കാര്യങ്ങളും തുറന്നു പറയുമ്പോൾ അത് കേൾക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അവർ ഇത്രയധികം സുഖങ്ങളിൽ മുഴുകിയിരിക്കുന്നത് കാണുമ്പോൾ അവരുടെ തലച്ചോറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും മടിയും ഒരു പ്രചോദനമില്ലായ്മയും തോന്നുന്നതെന്ന് അവർക്കറിയില്ല. ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യാനും മുന്നോട്ട് പോകാനുമുള്ള ഒരു മോട്ടിവേഷൻ അവർക്ക് ലഭിക്കുന്നില്ല. നിങ്ങളുടെ തലച്ചോറിലെ ഈ ആൻറ്റീരിയർ മിഡ് സിംഗുലേറ്റ് കോർട്ടെക്സ് വളർത്തുന്നതിന് നിങ്ങൾ അച്ചടക്കമുള്ളവരായിരിക്കണം. അച്ചടക്കം എന്ന വാക്കല്ല അതിന് പറയുന്നത്, പ്രചോദിതർ എന്ന് പറയാം നമുക്ക്. വെറുതെ നിലനിൽക്കുന്നതിന് പകരം നിങ്ങൾ ജീവിക്കും, ലക്ഷ്യബോധത്തോടെ ജീവിക്കും. നിങ്ങൾ പ്രചോദിതനാകുമ്പോൾ, കഠിനമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ജീവിതത്തിലെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ സെൽഫ് ലവ് കെട്ടിപ്പടുക്കുകയാണ്. നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വാസവും ഈ ആധികാരികതയും കെട്ടിപ്പടുക്കുന്നു. നിങ്ങളുടെ വൈബ്രേഷനും ജീവിക്കാനുള്ള സന്നദ്ധതയും നിങ്ങൾ ഉയർത്തുന്നു. നിങ്ങളുടെ മനസ്സിനെയും ആത്മവിശ്വാസത്തെയും ഡോപ്പമിനെയും നിങ്ങൾ പുനർക്രമീകരിക്കുന്നു. ഇനി നമുക്ക് പുതിയൊരു ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കാമെന്ന് നോക്കാം. നിങ്ങൾ സ്വയം ജീവിക്കാൻ അനുവാദം നൽകുകയും പ്രചോദിതമായ അച്ചടക്കമുള്ള ഒരു ജീവിതശൈലി അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം കണ്ടെത്തുന്നത് എളുപ്പമാകും. എൻ്റെ ജീവിതത്തിൽ ഞാൻ തന്നെ പരീക്ഷിച്ച് നോക്കിയ ഒരു ചലഞ്ചുണ്ട്, 90 ഡേയ്സ് ചലഞ്ച്. അത് ചിലപ്പോൾ കേൾക്കുമ്പം കുറച്ച് ഹാർഡായിട്ടൊക്കെ തോന്നും. പക്ഷേ
ഞാൻ അതിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ ദിവസവും ഒരു തവണയെങ്കിലും വ്യായാമം ചെയ്യുക എന്നതാണ്. അതിൽ രണ്ടാമത്തെ കാര്യം, ദിവസവും 5 പേജ് വായിച്ചിരിക്കണം കിടക്കുന്നതിന് മുൻപ്. ഈ ചലഞ്ചിൻ്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ അച്ചടക്കം വളർത്തുക എന്നതാണ് കേട്ടോ എൻ്റെ കാര്യത്തിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ സന്തോഷം നൽകുന്നു. ദിവസവും ഒരു തവണയെങ്കിലും വ്യായാമം ചെയ്യാൻ കഴിയുന്നത് തന്നെ എനിക്കൊരു വലിയ സന്തോഷമാണ്. എല്ലാ ദിവസവും രാത്രി വായിക്കുന്നതിലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കി, എന്നിൽ എന്തെങ്കിലും കെട്ടിപ്പടുക്കുന്നതിന് ഈ ചലഞ്ച് എനിക്കിനി ആവശ്യമില്ലെന്ന്. കാരണം എനിക്കിത് എൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ തോന്നി. ഇതാണ് എൻ്റെ ജീവിതശൈലി. ഈ ചലഞ്ചിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് നിങ്ങളിൽ എന്തെങ്കിലും കെട്ടിപ്പടുക്കും, ഒരുതരം ഊർജം അല്ലെങ്കിൽ ഒരു അച്ചടക്കം വളർത്തുക, മാത്രമല്ല ജീവിക്കാനുള്ള ഒരു താല്പര്യം വളർത്തുന്നു. ഇതൊരു പ്രചോദനവും അഭിനിവേശവും വളർത്തുന്നു. കഠിനാധ്വാനം ചെയ്ത് സ്വാഭാവികമായി ഡോപ്പമിൻ ലഭിക്കുന്നതിനേക്കാൾ മികച്ചതായിട്ടൊന്നുമില്ല. ഈ ചലഞ്ച് ചെയ്യുന്നത് പോലെ അത് നിങ്ങളുടെ ലക്ഷ്യവുമായിട്ട് യോജിപ്പിലാകും. ആദ്യം നിങ്ങൾക്കതൊരു ചലഞ്ചായിട്ട് തോന്നുമെങ്കിലും കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങളുടെ ചിന്താഗതിയെയും മനസ്സിനെയും ആത്മാവിനെയും വികസിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇതൊന്ന് പരീക്ഷിക്കാൻ ഞാൻ നിങ്ങളോട് ശരിക്കും നിർദ്ദേശിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കാം കേട്ടോ. അത് 90 ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാവാൻ വേണ്ടിയിട്ടാണ്. മാറ്റം ആഗ്രഹിക്കുന്ന, തങ്ങൾ ജീവിക്കുന്ന രീതിയിൽ മടുത്ത, എന്നാൽ അതിൽ കുടുങ്ങിപ്പോയത് കൊണ്ട് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ലെന്ന് തോന്നുന്ന ധാരാളം ആളുകൾ പുറത്തുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ഓരോ ദിവസവും എത്രമാത്രം സുഖങ്ങളിൽ മുഴുകുന്നുണ്ടെന്ന് സ്വയം ശ്രദ്ധിച്ചു തുടരുക. ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു കാലത്ത് കാപ്പി കുടിക്കുന്നതിൽ ഞാൻ അടിമപ്പെട്ടിരുന്നു. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കാപ്പി കുടിക്കാൻ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോഴും കുടിക്കുന്നുണ്ട്, പക്ഷേ അതിലൊക്കെ ഒരു കൺട്രോൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ കാപ്പി കുടിക്കുന്നത്. നിർത്തിയിട്ടൊന്നുമില്ല, പക്ഷേ എല്ലാ ദിവസവും 2, 3, 4 കപ്പ് കാപ്പിയൊക്കെ കുടിച്ചാലേ എനിക്കൊരു സമാധാനം കിട്ടുമായിരുന്നുള്ളൂ. കാപ്പി കറക്റ്റ് ടൈമിൽ കുടിച്ചില്ലെങ്കിൽ എനിക്ക് തലവേദന വരുമായിരുന്നു. ഇതെൻ്റെ ഒരു അഡിക്ഷനായിരുന്നു. അത് പക്ഷേ ഞാൻ മാറ്റിയെടുത്തു. ഇത് കാണുന്ന ചിലർ ചിന്തിച്ചേക്കാം, കാപ്പി അത്ര മോശമൊന്നും അല്ലല്ലോ, ഇതിൽ മോശമായ പലതും ഉണ്ടല്ലോ എന്ന്. അതിനുള്ള എൻ്റെ മറുപടി ഇതാണ്: ഒന്നിൻ്റെയും അമിത ഉപയോഗം നിങ്ങൾക്ക് നല്ലതല്ല. കാരണം നിങ്ങൾക്ക് എന്തിനും അടിമപ്പെടാൻ കഴിയും. വ്യക്തിത്വ സവിശേഷതകൾക്കും വികാരങ്ങൾക്കും സ്വഭാവങ്ങൾക്കും പോലും കഷ്ടപ്പാടുകൾക്ക് അടിമകളായ ആളുകളുണ്ട്, അറിയോ? കാരണം എന്തിനും നമുക്ക് അടിമയാകാം. അതിപ്പോൾ കാപ്പി, ചായ, ലഹരി വസ്തുക്കൾ തന്നെ വേണമെന്നില്ല, എന്തിനും നമുക്ക് അടിമയാകാം. കാരണം അവർക്കതിൻ്റെ ഫലം പ്രവചിക്കാൻ കഴിയുന്നു. ആളുകൾക്ക് അജ്ഞാതമായതിനെ ഭയമാണ്. അതുകൊണ്ട് അവർക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ ഒതുങ്ങിക്കൂടാൻ വേണ്ടി അവർ ഇഷ്ടപ്പെടുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതശൈലിയിലെ ശീലങ്ങൾ എല്ലാ ദിവസവും മാറ്റുന്നത്, എല്ലാ ദിവസവും രാവിലെ നിങ്ങളുടെ കിടക്ക ശരിയാക്കുന്നത്, ആഴ്ചയിൽ 2 തവണ വ്യായാമം ചെയ്യുന്നതിന് പകരം എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്നത്, ഇത് നിങ്ങളുടെ ജീവിക്കാനുള്ള ഒരു ഇച്ഛാശക്തിയെ വളർത്തുക മാത്രമല്ല, നിങ്ങൾ സ്വയം സ്നേഹം കാണിക്കുകയും കൂടിയാണ്. നിങ്ങളുടെ ആവേശം നഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതശൈലിയിലെ ശീലങ്ങൾ മാറ്റുന്നത് നിങ്ങളുടെ ആവേശം തിരികെ നൽകും. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ കണ്ടെത്തും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ ശരീരം അസ്വസ്ഥമാകുമ്പോൾ, നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ, മതി എനിക്കിത് മടുത്തു എന്ന വികാരങ്ങൾ നിങ്ങൾക്ക് തോന്നി തുടങ്ങുമ്പോൾ, നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. നിങ്ങളുടെ വികാരങ്ങൾ ഒരു വഴികാട്ടിയാണ്. നിങ്ങൾക്ക് ഒരു വൈകാരിക മാർഗനിർദ്ദേശ സംവിധാനമുണ്ട്, അതായത് ഇമോഷണൽ ഗൈഡൻസ് സിസ്റ്റം. അത് നിങ്ങൾ തയ്യാറാക്കിയ അടുത്ത തലത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ആ ഒരു നെഗറ്റീവ് വികാരം ഒരു പുനർദിശാസൂചനയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ അതീവ ബോധവാന്മാരാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് നിങ്ങളെ വിളിച്ചറിയിക്കുകയാണ് അത് പുതിയ ഒന്നിന് തയ്യാറാണെന്ന്. നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണിത്. നിങ്ങളുടെ ഈ ജീവിതം ഒരു യാത്രയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മുന്നിൽ സറണ്ടർ ചെയ്യുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യും. നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങളുടെ പർപ്പസിനെ കണ്ടെത്തൂ. നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ പെർമിഷൻ നൽകൂ. ഇത്രയും നേരം
എൻ്റെ വീഡിയോ ശ്രദ്ധയോടെ കണ്ട് എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്